ഒരു മിന്റ് ടീ കുടിച്ചപ്പോ കുറച്ച് ആശ്വാസമായി. പയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഇനിയിപ്പോ ഒരു കാപ്പിയും കൂടെ കുടിക്കുമ്പോ ഓക്കെ ആവുമായിരിക്കും അല്ലേ? എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പൊറോട്ട ബീഫും കഴിക്കാൻ ഭയങ്കര ഒരു കൊതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. അപ്പൊ ഞാൻ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് രണ്ടാമതാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനൊരു വലിയ സ്റ്റോറി, ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ സ്റ്റോറി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും വീഡിയോ റൺ ആക്കിയില്ലായിരുന്നു കേട്ടോ. ഞാനും ഇനി ബേബിയും അനിയത്തെ ഏട്ടനൂടെ പൊറോട്ടയും ബീഫും കഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പൊറോട്ട ബീഫും കഴിക്കാൻ ഭയങ്കര ഒരു കൊതി വന്നു കേട്ടോ. അപ്പം പരവൂരെങ്ങും കിട്ടാൻ സാധ്യതയില്ല. അപ്പം കൊല്ലത്ത് തന്നെ പോകണം. കൊല്ലത്തൊരു തട്ടുകടയുണ്ട്, മോഹനൻ ചേട്ടൻ്റെ തട്ടുകട. എനിക്കൊന്ന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ കാരണം, കഴിഞ്ഞ ന്യൂ ഇയറിന് നമ്മുടെ കണ്ണേണ്ണൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് ബീഫ് ഉണ്ടാക്കി. നന്നായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അന്നത്തെ ബീഫ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, അപാര ടേസ്റ്റ് ആയിരുന്നു. സത്യത്തിൽ അതിന്റെ രുചി എൻ്റെ നാവിന് ഇപ്പോഴും പോയിട്ടില്ല. ഞാൻ ഇത്തിരി നല്ലോണം കഴിക്കുകയും ചെയ്ത കേട്ടോ അന്ന് ബീഫ്. ഞാൻ അത്ര ബീഫ് പ്രിയൊന്നുമല്ല, എനിക്ക് ബീഫൊന്നും വലിയ അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല. എന്നാലും കഴിക്കും എന്ന് അത്രേ ഉള്ളൂ. പക്ഷെ അന്നത്തെ ബീഫിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ആ കൊതി എൻ്റെ വായിൽ, ആ ഒരു ടേസ്റ്റ് എൻ്റെ വായിൽ ഇപ്പോഴും ഇരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ വരുന്ന വഴിക്കാണ് അച്ചു വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ ഇങ്ങനെ എന്തോ സാധനം എനിക്ക് കഴിക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്ന് അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഞാൻ താടിയൊക്കെ ക്ലീൻ ചെയ്തു, താടിയൊക്കെ ഷേപ്പ് ചെയ്ത് കേട്ടോ. കൊള്ളാവോ? ഇവിടെ ഒരു മൂക്കുരു വരുന്നുണ്ട്. മൂക്കുരല്ല, മൂക്കിൽ കുരു. അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഗൈസ്, നമ്മൾ രാത്രിയല്ലേ പോണത്, അതുകൊണ്ട് നമ്മൾ വേറൊന്നും ഇടുന്നില്ല കേട്ടോ. ഇച്ചിരി ഫെയർ ആൻഡ് ലവ്ലി വരെ പേര് മാറ്റി ഗ്ലോ ആൻഡ് ലവ്ലി ആക്കി. അതായത് ഫെയർ അൺഫെയർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ ഉള്ള സ്കിൻ നല്ലോണം സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നീനു ബേബിയോട് പഴംപൊരി തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇത് മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. ഇത് നമ്മുടെ പണ്ട് തൊട്ടേ ഉള്ള സംഭവമാണല്ലോ. ആക്ച്വലി ഞാനിത് ഇടത്തില്ലായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും, ഞാനിത് പണ്ട് തൊട്ടേ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പം അമ്മ യൂസ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് പുറത്തോട്ട് രാവിലെയൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഇടാൻ എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ച് ഞാനും മേടിച്ച് യൂസ് ചെയ്തതാണ്. കുഴപ്പമില്ല, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഓയിൽനെസ് ഒക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് നല്ല ഇതായിട്ടിരിക്കും. എൻ്റെ ഭയങ്കര എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടോ പോമഗ്രനേറ്റിന്റെ വീഡിയോ അവൾക്ക് കൊടുക്കുന്ന കണ്ടിട്ട്. ആക്ച്വലി അത് അവള് നന്നായിട്ട് എൻജോയ് ചെയ്ത്, നമ്മൾ നിർബന്ധിക്കുകയും ചെയ്യാതെ അവൾ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അങ്ങ് കൊടുത്തത്. പക്ഷേ ഈ മണ്ടയിലൊക്കെ കയറാതെ നമ്മൾ കറക്റ്റ് അവള് എവിടെയാണ് വെക്കുന്നത്, മൂക്കിൽ വെക്കുന്നുണ്ടോ ചെവിയിൽ വെക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ വേറൊരു ഏട്ടനാരോ മെസ്സേജ് അയച്ചെന്ന് പറയുന്നതായിട്ട് അപ്പൻഡിക്സ് വരുമോന്ന്, ഈ കുരു കഴിക്കുകയല്ലേ അവള്. അപ്പൊ അങ്ങനെ ഞാൻ ജ്യൂസ് മാത്രമായിട്ട് കൊടുത്തു നോക്കി. പക്ഷെ ജ്യൂസ് മാത്രമായിട്ട് കൊടുത്തിട്ട് അവള് കുടിക്കുന്നില്ല. അവള് ഈ ഇങ്ങനെ അവള് പൊട്ടി വായിൽ പൊട്ടി ചവയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിലാണ് അവൾ അത് കഴിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം വഴി ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചായിരുന്നു, ഇതുപോലെ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പൻഡിക്സ് വരാനുള്ള സാധ്യതയുണ്ട്, ഇത് കണക്ക് കുഞ്ഞിന് വന്നിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിയതിന് ശേഷമാണ് അവര് അറിഞ്ഞത്. പിന്നെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ വാഷ് ചെയ്യേണ്ടി വന്നതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അറ്റാക്ക് വന്ന്. അതുകൊണ്ട് ഞാനിപ്പോ കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് വിഷമമുണ്ട്, കാരണം അവൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ കഴിച്ചോണ്ടിരുന്ന ഒരു സാധനമാണ്. ജ്യൂസ് കുടിക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും, നീച്ച് പലതായിട്ടൊക്കെ കൊടുക്കാം അല്ലേ ഏട്ടാ? യെസ്, ഇതെന്റെ പുതിയ ഫീഡിങ് കുർത്തിയാണ്. എങ്ങനെയുണ്ട്? ഇരുട്ടത്ത് കണ്ടൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഇവിടുന്നത് ഇങ്ങനെ ഫ്ലെയർ, ഇങ്ങനെ ഓപ്പൺ ഒക്കെ ഉണ്ട്. ഫീഡിങ് സിബൊക്കെ അകത്താണ്, അതുകൊണ്ട് അതൊന്നും കാണത്തില്ല. രാത്രി സഞ്ചാരം നമുക്കൊരു വീക്ക്നെസ് ആണ് ഗൈസ്. രാത്രി സഞ്ചരിക്കുന്നതാണ് നമുക്ക് പ്രിയം, ഇഷ്ടം. ഞാൻ തിരിഞ്ഞു നോക്കി മിക്കവാറും ഗൈസ് നമ്മള് പോവാണ്. ഇങ്ങനെ ലൈറ്റ് ഇട്ടോണ്ട് എടുക്കാൻ പറ്റത്തില്ല മെയിൻ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ. അപ്പൊ ഇനി ബേബി ബാഗിൽ ഇരിപ്പുണ്ട്, ഏട്ടൻ ഡ്രൈവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സ്പോട്ടിലേക്ക് പോകാം. വൈശാഖ് വരും കേട്ടോ അവിടെ. എനിക്ക് സത്യത്തിൽ എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ല കേട്ടോ. നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നമുക്ക് സാരഥിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇവന് 4 വീലർ ഓട്ടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അവ ഏതെങ്കിലും മോഹനൻ ചേട്ടന്റെ കട. ഓ നമ്മൾ മോഹനൻ ചേട്ടന്റെ കടയിലെത്തി. നീനിവിടെ വൈശാഖ അവിടെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമുണ്ടോ? ഉണ്ട്. ആണോ? എന്നാ ഓക്കെ ആണോ? പൊറോട്ടയും ബീഫും. ഇതാണ് വൈശാഖ്.
നീ അതെ, പക്ഷെ ഞാൻ എന്താ വിചാരിച്ചെന്നറിയാവോ, നീ ഏതെങ്കിലും അന്ന് നമ്മളെ കൊണ്ടുപോയാണെങ്കിൽ ഊടുവഴിയിൽ കൊണ്ടിറക്കുമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. അതാണ്ട് പൊറോട്ട വന്നു, ഇനി ബീഫ് കഴിച്ചു നോക്കിക്കോളൂ. നീയാണ് രാത്രി വിളിച്ചോണ്ട് വന്നത്. പണ്ടൊന്നും കഴിച്ചിട്ടുണ്ടോ? നല്ലോണം വെന്ത് അടുപ്പിലുണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ്. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇവിടെ? ചെറിയ കടയാണ് കേട്ടോ. നീ സ്ഥിരം കഴിക്കുമായിരിക്കല്ലേ? ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കണം. കൊള്ളാട്ടോ, വെറൈറ്റി ടേസ്റ്റ്. കൊള്ളാട്ടോ, അടിപൊളി. ബീഫിന് നല്ലൊരു ടേസ്റ്റ് അല്ലേ അടുപ്പിലുണ്ടായിരുന്നു. കഴിച്ച് വൈശാഖ് താണ്ട് ഇവിടെ ഒരു ഓംപ്ലേറ്റ് മാത്രം മതി. അപ്പൊ ഓൾറെഡി കഴിച്ചേട്ടാ. അതൊക്കെ ഇഷ്ടപ്പെട്ടു അടി. നിങ്ങൾ എവിടുന്ന് കഴിച്ച? ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നീനുമ്പോ വാരി തിന്നുന്നു. അച്ഛന് അല്ല വാവയ്ക്ക് അലർജി, എന്നിട്ടും കണ്ടപ്പോഴത്തേക്ക് അവിടെ കഴിക്കുന്നു കേട്ടോ. അച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. അപ്പൊ ഗൈസ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം എടുത്തോളൂ. അപ്പം നമ്മൾ വിചാരിച്ച് ബീച്ചിലൂടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒരു തണുത്ത കാറ്റൊക്കെ കൊണ്ട് കടൽക്കാറ്റൊക്കെ കൊണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്. കൊല്ലം ബീച്ചിൽ ഏത് സമയവും നല്ല ആൾക്കാരൊക്കെ കാണും കേട്ടോ. ഇപ്പൊ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ മുമ്പൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ ഈ പായൊക്കെ കൊണ്ടുവന്ന് വിരിച്ചവിടെ കിടക്കുന്നതൊക്കെ കാണാം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആണല്ലേ? അപ്പൊ നമ്മള് പോകുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഫൈനലി നമ്മളിതാ ബീച്ചില് എത്തിയിട്ടുണ്ട്. ഭയങ്കര ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ മുമ്പ് പാർക്കിങ്ങിനൊന്നും പൈസ ഒന്നും മേടിക്കത്തില്ലായിരുന്നു ഗൈസ്. ഇപ്പൊ റോഡ് സൈഡ് ഇട്ടാലും പാർക്കിങ്ങിന് പൈസ കൊടുക്കും. ഇപ്പൊ എവിടെ ഇട്ടാലും പാർക്കിങ്ങിന് പൈസയാണ്. അച്ഛനെന്ത് ഗുൽക്കണ്ട കഴിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ കൊല്ലത്ത് ഏതോ ഒരു ഷോപ്പിൽ ഗുൽക്കണ്ട കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം തൊട്ടപ്പുറത്തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി ഉൽക്കണ്ടയോടെ കഴിക്കല്ലേ. അച്ചു കടലിന്റെ സൗണ്ടേ കേൾക്കുന്നില്ലല്ലേ? കടലിന്റെ സൗണ്ട് ഒന്നും ഇല്ല തിരയുടെ. നമ്മൾ ഓൾറെഡി വ്ളോഗിങ്ങിലാണ് കേട്ടാ. നമ്മൾ അറിയാവുന്ന രണ്ടുപേര് കേട്ടോ. ഹായ് പറ, ഹായ് പറ, ഹായ് ഹായ് പറ. അവന് കടലിൽ പോണോന്ന്. കടലൊന്നും ഇല്ല, കടലില്ല. സൗണ്ട് കേൾക്കുന്നു കടലിന്റെ. തിരമാല ഇല്ല. ദിസ് ഈസ് ഗുൽക്കണ്ട ഷോപ്പ്. ഈ ഗുൽക്കണ്ട ഷോപ്പിൽ നിന്ന് നമ്മൾ ഗുൽക്കണ്ട കഴിക്കാൻ പോവാണ്. പഴമൊക്കെ ഇട്ടതാ. പഴം കഴിക്കത്തില്ല നീ? പണി പഴം ക്യാൻസൽ ചെയ്യാം. അതാണ് കോമ്പിനേഷൻ. പഴം ഐസ്ക്രീമാണ് ഇതിനകത്ത് കോമ്പിനേഷൻ. അല്ല, അതാണ് റോസ് ഫ്ലേവേർഡ് ജാമാണ് മെയിൻ. ഗൈസ്, അച്ചു പിടിച്ചിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് ഗുൽക്കണ്ട്. അത് ഇപ്പം കൊടുത്തത് പഴം. ഈ സാധനത്തിന്റെ പേരാണ് ഗുൽക്കണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു വാനില ഐസ്ക്രീം, കുറച്ച് കാഷ്യൂ, പിന്നെ നമ്മുടെ ഞാലിപ്പൂവൻ പഴം തോന്നുന്നില്ലേ? അല്ല, റോബസ്റ്റ പഴം. പിന്നെ ഈ റെഡ് സാധനത്തിന്റെ പേരാണ് ഗുൽക്കണ്ട്. ഈ റെഡ് സാധനത്തിന്റെ പേരാണ് ഗുൽക്കണ്ട്. ഇതെല്ലാം കൂട്ടി ഇളക്കി മറിച്ച് പഴങ്കഞ്ഞി കുടിക്കുന്നതൊക്കെ കുടിക്കണം. അതെ, ഇതിനൊരു പഴം കൊടുത്താൽ മതി കേട്ടോ. ആദ്യം ഇളക്കി മറിക്കട്ടെ. പെട്ടെന്ന് ഇളക്കി മറി. ഉൽക്കണ്ട ഇതിനകത്ത് ഇച്ചിരി ഉള്ളു കേട്ടോ. ഉൽക്കണ്ട ഇച്ചിരി. ഗൈസ്, ഈ ഒരു സാധനത്തിന് 75 രൂപയാണ് കേട്ടോ. 70 രൂപ, സോറി 70 രൂപ. ഞാൻ ഗുൽക്കണ്ട കഴിച്ചു നോക്കട്ടെ. ഗുൽക്കണ്ട കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട് സാധനം? ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത്. പഴത്തിന്റെ ചോക്ലേറ്റിന്റെ ഇതേ ഉള്ളൂ. റോസാപ്പൂവിന്റെ ഫ്ലേവർ ചേർത്തതിന്റെ ഒരു പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും. ഇത് തന്നെ എല്ലാത്തിലും. ശരിയാ, നീനുമ്പക്ക് എന്തെങ്കിലും കൊടു. ഗൈസ്, നമ്മളുണ്ടല്ലോ പറന്നാണ് വീട്ടിലെത്തിയത് കേട്ടാ. നേരെ ബീച്ചിൽ നിന്ന് പറന്നാണ് വീട്ടിൽ എത്തിയത്. കാരണം ഇവിടെ ഒരുത്തേക്ക് ബീഫ് കഴിച്ച് ഗ്യാസ് കയറി ഭാഗ്യത്തിന് ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നില്ല കേട്ടോ. ബീഫ് കഴിച്ചിട്ട് ഗ്യാസ് കയറി താണ്ട് അച്ഛൻ പെട്ടിരിക്കും. ഇപ്പൊ മനസ്സിലായ രാത്രി കൊതിന് മൂത്ത് കണക്ക് പോയി തിന്നൂടാ, ഗ്യാസ് കയറുമെന്ന് മനസ്സിലായ? ഇപ്പൊ ഓക്കെ അല്ലേ? ഒരു മിനിറ്റ് ടീ കുടിച്ചപ്പോ കുറച്ച് ആശ്വാസമായി. പയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഇനിയിപ്പോ ഒരു കാപ്പിയും കൂടെ കുടിക്കുമ്പോ ഓക്കെ ആവുമായിരിക്കും അല്ലേ ചു? അപ്പൊ ഗൈസ്, വീഡിയോ ഇത്രേ ഉള്ളൂ.
നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അച്ചുവിന്റെ ഗ്യാസ് കാരണം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ.